ഏതൊരു സ്റ്റേജ് പ്രോഗ്രാം ആയാലും അതിലെ കലാകാരന്മാരെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു വിഭാഗമാണ് സ്പോൺസർമാർ. ഇവിടെയുണ്ട് പത്രാസുകാരനായ ഒരു സ്പോൺസർ. ഹലോ, സുഖമാണോ? നീ എവിടെയാ? ഓണപ്പരിപാടി തുടങ്ങി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് കൈരളിയുടെ ഓണപ്പരിപാടി AC ഉള്ള ഹാളിൽ വെച്ച് നടത്തുന്നത്. ടിക്കറ്റ് എടുക്കണമെന്നോ? വേണ്ട വേണ്ട വേണ്ട, ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. കയറി വരുന്നിടത്ത് കൈരളിയുടെ ട്രസ്റ്റി നമ്മുടെ സുരാജ് മാമ ഇരിപ്പുണ്ട്. സുരാജിന്റെ അടുത്ത് അണ്ടുവാലിയിലുള്ള സെന്നിന്റെ മകനാണെന്നോ കൂട്ടുകാരനാണെന്നോ അളിയനാണെന്നോ പറഞ്ഞാൽ മതി. പിന്നെ അവരൊന്നും ചോദിക്കത്തില്ല. ഈ കണ്ടുവാലിയുടെ കൈരളിയുടെ പ്രസിഡന്റ് വല്ലതും ആണോ? അതുക്കും മേലെ. എന്നാ ശരി, നീ പെട്ടെന്ന് വാ. ഏതായാലും ചെന്നിന്റെ എല്ലാ പ്രായത്തിലും ആൾക്കാരുള്ളത് നന്നായി. ഷോ തുടങ്ങി ഇത്രയും നേരമായിട്ട് അവളിവിടെ എത്തിയില്ലല്ലോ. പണ്ടുള്ള വല്യമ്മമാര് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെയാ ഈ ടച്ച് സ്ക്രീനിലുള്ള ഈ ഭാര്യയ്ക്ക് പറ്റിയ ഡയൽ ടൂൺ. ഹലോ ഹലോ, കാപ്പി വേണം, കാപ്പി വേണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്നല്ല, കാപ്പി വേണമെന്ന്. നമ്മുടെ ഓട്ടോ ടൈഗേഴ്സിന്റെ ആസ്ഥാന ഗായകന് കുടിക്കാൻ. ഓ ശരി, ഞാൻ കൊണ്ടുവരാം. ദാസേട്ട് വരെ ഞാൻ ചുക്കുവെള്ളമേ കൊടുത്തിട്ടുള്ളൂ. ചുക്കുവെള്ളം വേണമെന്നോ? എടുത്തോ. ആ സുഖുവിനെ 2 ജഗ് വെള്ളം വേണം. അയ്യോ ചേട്ടാ, ഷോയ്ക്ക് മുമ്പ് കൊടുത്താ പ്രശ്നാവോ? എന്ത് പെഗ്ഗല്ലടി, ജഗ്. നീ ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, എനിക്കൊരു കോൾ വെയിറ്റിംഗില്ല. ഹലോ സുഖു, നീ എത്തിയോ? എന്തിയെ കാണുന്നില്ലല്ലോ? നീ ആ കൈയൊന്ന് പൊക്കിക്കേ. എടാ കൈയൊന്ന് പൊക്കാൻ. എല്ലാരും കൂടി കൈ പൊക്കും. കണ്ടു 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 ഓണക്കോടിയൊക്കെ ഇട്ട് ഓസിന്റെ ഷോ കാണാൻ വന്നിരിക്കുക ഇല്ലയോ? VIP ടിക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പുറകിലായി പോയെന്നു. എടാ അത് തന്നെയാ നിന്നോട് പറഞ്ഞത്, VIP. വരൂ, ഇരുത്താം പുറകിൽ. എന്നാ ശരി, ഷോ കഴിഞ്ഞ് കാണാം. ഇതാണോടി 5 മണി? നിന്നോട് നേരത്തെ വരണമെന്ന് പറഞ്ഞതല്ലേ? അതിന് റെഡി ആകണ്ടേ? ഒരു കാപ്പി റെഡി ആവാനാണോ ഇത്രയും നേരം? കാപ്പിയല്ല, ഞാൻ റെഡി ആവണ്ടേ? ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്ന അയൺ കണ്ടില്ലെന്നേ. മിണ്ടല്ലേ. ഈ മുടി ചൂടാക്കുന്ന സാധനം വെച്ചാണ് ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്ക് ഓട്ടോവും ബ്രെഡും ചൂടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് ക്ലീൻ പോലും ചെയ്തിട്ടില്ല. പിന്നെ പൂപ്പൊലി പിടിച്ച ബ്രെഡ് ചൂടാക്കാനല്ലേ ക്ലീൻ ചെയ്തായ? ഒന്ന് പോടി വരുന്നത്. നിങ്ങൾ സ്പോൺസർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പുറത്തെന്റെ ഹൂമർ പാർക്ക് ചെയ്യാൻ സ്ഥലം പോലും കിട്ടിയില്ല. എന്നാണ് ഹുമ്മറല്ല, ബഹദൂർ. എടി ഹമ്മർ. ഇത്രയും വിലപിടിപ്പുള്ള വണ്ടി വാങ്ങിയിട്ട് അതിന്റെ പേരെങ്കിലും ഒന്ന് പറയാൻ പഠിക്കും. എന്തെങ്കിലും ആകട്ടെ. അതെ, ആ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ആരാണ്ട് വാള് വെച്ചിരിക്കുക. അയ്യോ, അത് വാള് വെച്ചിരിക്കുന്നതല്ല. കൈരളിയുടെ ഷൈനിയും മോളിയും സോളിയും വിനിയും ബിന്ദുവും ജോസിനിയും ഒക്കെ കഷ്ടപ്പെട്ടിട്ട പൂക്കളമാത്. എന്തായാലും സംഗതി കൊള്ളമാ. പിന്നെ തുമ്പി തുള്ളാൻ നേരത്തെ തമ്പി ആ പാർക്കിങ്ങിലോട്ടേ കിടന്ന് തുള്ളുന്നുണ്ട്. തുമ്പി തുള്ളലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി. എന്നാലേ തുമ്പി തുള്ളുന്നതിന് പകരം എന്റെ ക്ലാസിക്കൽ ഡാൻസ് കയറ്റിയാലോ? അതെ, ചിന്നു കേൾക്കണ്ട. കൈരളിയിൽ ഒറ്റയ്ക്കുള്ള പരിപാടി നടക്കത്തില്ല. ഈ വർഷം പുതിയൊരു പ്രോഗ്രാം കൂടെ ഉണ്ട്, പെണ്ണുങ്ങളുടെ ചെണ്ടമേളം. ഇത്രയും നാളെ ആണുങ്ങൾ ഹോളിൽ വന്നുകൊണ്ടിരുന്നത് ആ ചെണ്ടയൊന്ന് കൊട്ടാനായിരുന്നു. ഇനി അതും നോക്കണ്ട. നമ്മുടെ ആങ്കർ എവിടെ? അത് വീട്ടിലെ ക്ലോസറ്റിൽ 10-12 കിടപ്പില്ലേ? അത് ഹാങ്കർ. ഞാൻ ചോദിച്ചതേ ആങ്കർ, അതായത് MC. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലമേഘത്തിരഞ്ഞീടുന്ന ബസ് ചാത്തേയ സാരം നിൻ മഹസ് ശാശ്വതം നിൻരാഗ തപസ്. ഹായ് ആങ്കർ. I am a first time in a സാരി
കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അടിപൊളി. കമ്പേര് തുണി ചുറ്റിയതുപോലെ ഉണ്ട്. Uncle, you so funny. പണി ഇത് മിക്കവാറും എനിക്ക് പണിയാവും. അതെ, എന്താ ഈ കയ്യിലിരിക്കുന്നത്? Uncle ചെയ്യാനുള്ള മാച്ച് ആണെങ്കിൽ ആ, ഇത് എത്ര പേജുണ്ട്? 21 pages. അയ്യോ, ഇത്രയൊന്നും വേണ്ട. എന്നാ ഇത് പിടിച്ചോ, ഇത്രയും മതി. വെറും 3 pages. ഇത്രയും വലിയ കേസുണ്ടാക്കിയ സബിത എസ് നായരുടെ മൊഴി പോലും 3 പേജേ ഉള്ളൂ. But uncle, വട്ടുവിന്റെ അപ്പന് അതല്ല uncle, എനിക്ക് മലയാളം അത്ര അറിയില്ല. മലയാളം വല്ല അറിഞ്ഞിട്ടാണോ വെച്ചേ അനിലും ബഹുമാനും ഒക്കെ കൈരളി പ്രസിഡന്റുമാരായത്? പക്ഷെ uncle, എന്റെ കൈയും കാലും വേർക്കുകയോ? വേറെ എനിക്കും ഉണ്ടായിരുന്നു. രണ്ടെണ്ണം അടിച്ചപ്പോഴാണ് അത് മാറിയത്. പരിപാടി തുടങ്ങിക്കോ. Good evening, ladies and gentlemen. മാമല കൈക്കപ്പുറത്ത് മാരതക പറ്റുടത്ത് നമ്മുടെ കൊച്ചു കേരളം മുക്കുറ്റിയും തൂമ്പയും. തൂമ്പയല്ല, കോടാലി. എന്റെ പൊന്നു കൊച്ചെ, കോടാലി കൂടാലി ഒന്നും അല്ല, തുമ്പ. അത് വിഴിഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയുടെ പൊന്നോണക്കാലം വരവായി. അയ്യോ, ആരും എന്താ ക്ലാപ്പ് ചെയ്യാത്തത്? Come on, Kari, come on. Do you know the story of Anna? Okay, ഓണത്തിനെ കുറിച്ച് നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സ്റ്റോറി ഞാൻ പറയാം. പണ്ട് കേരളം റൂൾ ചെയ്ത ഒരു മന്നനുണ്ടായി. മന്നനല്ല, മന്നൻ. ഓ യാ, നല്ലപോലെ റൂൾ ചെയ്ത ആ രാജാവിന്റെ പേരായിരുന്നു മാവേലി. ഓക്കെ, മാവേലി. എന്റെ പൊന്നു കൊച്ചെ, മാവേലി. യാ, നന്നായി റൂൾ ചെയ്യുന്നത് കണ്ടിട്ട് ഗോഡ്സ് മുഴുവനും ജാൽസിയായി, അസൂയ. അങ്ങനെ വാമനൻ വന്ന് ഹെഡ് പ്രസ് ചെയ്ത് അണ്ടർഗ്രൗണ്ടിലേക്ക് വിട്ടു. വാട്ട് എ സ്റ്റോറി ഓഫ് മാവേലി ഇൻ മേരിലാൻഡ്. എന്ന് വെച്ചാൽ എന്തൊണാത്തിലെ സ്റ്റോറി ആടി വെച്ച ഇത്? ബട്ട് ഇന്നത്തെ കേരളമോ ഇവിടെ 11 രോമമുണ്ട്. 11 രോമമോ? ആ, നോക്കട്ടെ. അയ്യോ എന്റെ കൊച്ചെ, പകരുന്ന രോഗങ്ങളുണ്ട്. സ്ത്രീകൾ അവരുടെ പാതി വൃത്യം. ഇത് പറയാൻ ഇത്ര പാടാണെങ്കിൽ ഇത് കാത്തു സൂക്ഷിക്കാൻ എന്ത് പാടായിരിക്കും അങ്കിൾ? കൊച്ചേ, ആ പേപ്പർ ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ. താളിയോല ഗ്രന്ഥങ്ങളിൽ മയൂര നൃത്തത്തെ കുറിച്ച്. അയ്യോ, വേണ്ട, ഇതൊന്നും കൊച്ചു പറയേണ്ട യാതൊരു കാര്യവുമില്ല. അതെന്താ? താളിയോല മയൂര എന്നൊക്കെ കൊച്ചു പറയുമ്പോൾ അതിന് വേറെ അർത്ഥമായി പോകും. ഇതാ, ഇത്ര മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരും ഒടുങ്ങിയോ? Come on, Kayali, come on. Give me a big clap. സംസ്കൃതിയുടെയും അമൂർത്ത ഭാവങ്ങൾ കലയിലൂടെയും കാൽപ്പാനകഥയിലൂടെയും മലയാളത്തിൽ സമ്മാനിച്ച ചുച്ചനും കുച്ചനും. അയ്യോ, കിളിപ്പോയി. അങ്കിൾ, എന്താണെന്നും ഇതാണ് ക്ഷമയുടെ നെല്ലിപ്പലക. ആരാണ് ഈ തുഞ്ചനും കുഞ്ചനും? Kunjan is a film actor, but I don't know Tunjan. നീ ഡോണ്ടോ തുഞ്ചൻ എന്ന് പറഞ്ഞില്ലേ? ആ ആളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവ്. Oh, yeah. മലയാള ഭാഷ തൻ മാതക ഭംഗി മലമന്ദഹാസമായി വിരിയുന്നു. കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി പുളിയിലക്കരമുങ്കിൽ തെളിയുന്നു. അതുപോലും അറിയാതെ സാരി ഉടുത്തുള്ള മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നു. ഇതൊന്നും ഒരു നടക്കി പോകത്തില്ല. കുട്ടികളുടെ അടുത്ത ഡാൻസ് പരിപാടി നടക്കട്ടെ.